എന്തോന്നാണ് ഡിസ്കോഡ് ആണോ വാലോ ആണോ? ഡിസ്കോഡ്. ഇന്ന് വാല ഉണ്ടാവോ? ഉണ്ടാവും. മെന്നി ഉണ്ടാവില്ലേ? എന്നാ ഡിസ്കോഡ് കഴിയുമ്പോ ഞാൻ വരാം. മോർച്ചൊരു മാലിന്റെ അടുത്ത് വരുന്നിട്ട് വരാം. ഓക്കെ. വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ ശരി. ശരി. അപ്പൊ നമുക്ക് ഡിസ്കോഡ് ട്രോൾസ് തുടങ്ങാം ഗൈസ്. ഞാൻ കുറച്ച് ജോക്കിയുടെ അച്ഛൻ വീശാറോ അങ്ങോട്ട് അത് പറഞ്ഞോട് അറിയും. ഇങ്ങനെ കുറെ ആൾക്കാർ കാസ്ട്രോ ഗെയിം കളിച്ചു വാങ്ങിയ ബെൻസ് ഈ ക്ലാസ്. This could be sponsored by that game company to lure people and attract more pigs to the trap. It is just a marketing strategy and the vlogger is also involved in this. ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലാതെ ലൈക്ക് ഈ റാൻഡം റെക്കമെൻഡേഷനിൽ വരത്തില്ലേ, ലൈക്ക് കാസ്ട്രോ ആരാന്നോ ലൈക്ക് അതെന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ടാവും. ഈ റാൻഡം ആയിട്ട് റെക്കമെൻഡേഷൻ വരത്തില്ലേ ഇങ്ങനെ. ഇവൻ്റെ ആ ഒന്നാമത്തെ കാര്യം ഈ അരുൺ സ്മോക്കി എന്ന് പറയുമ്പം പുള്ളി ഒരു ഗെയിമിംഗ് വ്ളോഗർ അല്ല, പുള്ളി ഒരു ലൈക്ക് അല്ലാത്തൊരു വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വ്ളോഗറാണ്. അപ്പോൾ പുള്ളിക്ക് ഉണ്ടാകുന്ന ഓഡിയൻസ് ഗെയിമിംഗ് ഓഡിയൻസുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകാത്ത ആളായിരിക്കും. പുള്ളിക്ക് ഈ കാസ്ട്രോ ഗെയിമിംഗ് എന്ന് പറയുന്ന ആള് അല്ലെ അവൻ എന്താ ചെയ്യുന്നത്, ഇവർ ഈ ഇതൊക്കെ കണ്ടോണ്ടിരുന്നില്ല. കുറ്റം പറയല്ല, പുള്ളിയും കുറ്റം പറയാൻ പറ്റില്ല. അതിനെപ്പറ്റി പ്രോപ്പറായിട്ടുള്ള ഒരു വിവരം ഇല്ലാത്തതുകൊണ്ടാണ്. ഒന്നത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവരെന്താ വെച്ചാൽ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മറ്റേ ഇല്ലാതൊക്കെ ചെയ്തിട്ടായിരിക്കും. അതായത് മറ്റേ റമ്മി സർക്കിൾ ഇതേപോലത്തെ. അതിൻ്റെ ഏറ്റവും വലിയ ഞാൻ പലവട്ടം പറയാനുള്ള കാര്യമുണ്ട്. ഇവിടുത്തെ വ്ളോഗേഴ്സാണ് ഗെയിം ഏതാ ബെറ്റിംഗ് ഏതാന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഓഡിയൻസിനെ പഠിപ്പിച്ചു കൊടുക്കാത്തത്. ഇപ്പോഴും എല്ലാവന്മാരും പറയണത് ഇത് തന്നെയാണ്. നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ട് പൈസ കിട്ടുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുക. ഗെയിം കളിച്ചുകൊണ്ടെന്നാണ് പറയണത്. അല്ലെ ഗെയിം എന്നുള്ള രീതിയിലാണ് പല ബെറ്റിംഗ് ആപ്ലിക്കേഷനും ഇവിടുത്തെ വ്ളോഗേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയാമല്ലോ, സത്യം പറയാം. അത് തന്നെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അങ്ങനെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിപ്പിച്ച് ഇപ്പോൾ ഈ ഒരു ആവറേജ് ഏജുള്ള മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ എല്ലാവരുടെയും മനസ്സിലോട്ട് ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ വരുന്നത് കുറേ ബെറ്റിംഗ് ആപ്ലിക്കേഷനും അങ്ങനത്തെ കുറേ കാര്യങ്ങളുമാണ്. പറയാൻ ഒരു മടിയില്ല. കുറേ ആൾക്കാരുണ്ട് അതിൽ. എല്ലാ വ്ളോഗേഴ്സിനും ഞാൻ പറയണില്ല, കുറേ വ്ളോഗേഴ്സ് ഉണ്ട് അതിൽ. നമുക്കും വരുവടെ ഈ പറയണ പോലത്തെ ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഇഷ്ടം പോലെ പ്രൊമോഷൻ. സത്യം പറയാൻ കഴിച്ചു ഞാൻ ഇതുവരെ പറയാം കുറേ വരുന്നുണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട്. ബെറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ ഒരുപാട് പ്രൊമോഷൻ വരുന്നുണ്ട്. ഇതുവരെ പൈസ മേടിച്ച് ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് ചെയ്യത്തുമില്ല. അത് രണ്ടാണ്. ഒരു ഗെയിമർ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് സ്ട്രീമർ എന്നുള്ള രീതിയിൽ ഞാൻ അത് മറന്ന് ഇനിയും ചെയ്യത്തില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. അത് ഞാൻ ചെയ്യത്തില്ല. എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും അത് ചെയ്യത്തില്ല. ഒരു ഇതാ നിങ്ങൾ പൈസ ഇട്ടാൽ ഇരട്ടിയായിട്ട് കിട്ടും, അതുപോലത്തെ ഒരു ഫേക്ക് പരിപാടി വേറെ ഇല്ല. അതിൽ വീഴരുത്. അങ്ങനെയുള്ളവർ എഡ്യൂക്കേറ്റ് ചെയ്ത ആൾക്കാരാണ് ഈ കാണുന്നത്. മൈനറല്ല മൈരൻ. എന്തിനു പറയാൻ ഇങ്ങനെ അടിക്കുമ്പോ ഫോൺ ഇറങ്ങണം, മനസ്സിലായ? മിഷൻ 100 കളി അത്രേ ഉള്ളൂ, സിമ്പിൾ. ലൈവിൽ വരുന്നു. രായൻ സരക് പശുവിനെ നോക്കി ശീലമുണ്ടോ? പശുവിനെ പോയിട്ട് ഒരു ചോദ്യം, പശുവും പോത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പറ? അതിന് അമ്മിനില്ല എണ്ണ. സത്യല്ലേ? അതാണ് എന്തിനു പറയാൻ പറ്റും? എന്തരല്ലത് അമ്മിണിയാ? അമ്മിണിയാ? നിഷ്കളങ്കവും അതേപോലെ തന്നെ എന്താ പറയാ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ആയിരുന്നു അത്.
അമ്മോ ബോബിന്റെ ഇതുപോലത്തെ ലൈവ് മിസ് ചെയ്യുന്നുണ്ട്. അല്ല അങ്ങനല്ല. ഹവ 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 ഏ ഹവ കുശിക്കൽ ടാപ്പി. എനിക്കത് ഭയങ്കര ഓർമ്മയുണ്ട്. ഞാൻ ദുബായ് പോയ സമയത്താണ് ഇവൻ ഇങ്ങനത്തെ കോസ്പ്ലേ ചെയ്ത് ഈ ലൈവ് ഇട്ടുകൊണ്ടിരുന്നത്. എന്ത് രസമായിരുന്നറിയോ ഇവന്റെ ലൈവ് കാണാൻ. ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ജീന ചേച്ചിയോട് ചോദിച്ചാൽ മതി. എൻ്റെ അമ്മോ ഇവന്റെ അന്നത്തെ ബോബിന്റെ ലൈവ് ശരിക്കും ഇത് മിസ് ചെയ്യും. ഞാൻ ഈ വട്ടം വീഡിയോ വന്നപ്പോൾ പോലും ഇവനോട് പറഞ്ഞതേ ഉള്ളൂ, എടാ ഇതിപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാധനം. എൻ്റെ അമ്മോ ഇവന്റെ അന്നത്തെ കുറെ ലൈവുകൾ കാണുമായിരുന്നു. ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോക്കിയിരിക്കും ഇന്ന് ഏത് ഡ്രസ്സാണെന്നുള്ളൊരു, അല്ലെങ്കിൽ ഇന്ന് എന്ത് കോസ്റ്റ്യൂം ആണെന്നുള്ളൊരു എന്താ പറയുക ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ നമുക്ക് കാണാൻ. ഞാൻ അത് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നൊരു സമയമുണ്ട് ഈ ബോബിന്റെ ലൈവ്. ഞാൻ എന്നോട് ഈ വട്ടം വന്നപ്പോഴും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് ഈ കാര്യം. മറ്റേ വന്നല്ലോ ജിങ്കാരോ 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 അങ്ങനെ പറയാ മോനെ തോക്കരോ മോനെ തോക്കിട്ട് അടി അടിച്ചു കൊന്നെ കൊന്നെ കൊല്ലേ ഇവിടെ നല്ല കൊല്ല മോനെ തരാം പതുക്കടി ഇങ്ങനെ തലപൊട്ട് മോനെ മോനെ അടിച്ചോ ജസ്റ്റ് നിൽക്കുന്നു അടിച്ചോ അടിക്കും തലയ്ക്ക് പറഞ്ഞോട്ടെ റൈറ്റ് സൈഡ് സിറ്റ് ഉണ്ട് റൈറ്റ് സൈഡ് അടിക്കുന്ന സിറ്റ് ഉണ്ട് ലെഫ്റ്റ് അടി അല്ല മോനെ അതൊക്കെ ജോക്ക് എണ്ണീട്ട് എന്തായാലും കൊല്ല, അതിനു മുമ്പ് ചാവുന്നതല്ലേ നല്ലത്. അയ്യോ ജൂൺ ഞാൻ വെനസ്ഡേ. എന്താ അവനെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവനെ കൊണ്ട് തള്ളിയിട്ടാലോ. ഇപ്പൊ നമ്മളെ പരിചയല്ലേ ഇല്ലേ? നമ്മുടെ പേര് കുട്ടികളെ ഇഷ്ടപ്പെട്ടായിരുന്നു. വീഡിയോ ഇട്ടത് അത് വിഷയ വീഡിയോ. എന്റെ അമ്മ അത് കിടില സാധനം കേട്ടാ. ആന്റണി അലിയാരുടെ വലങ്കൈ. ഞാൻ ഓർത്തില്ല ഇതാരാ ഇത്. ഇതാരാ? ഞാൻ ആദ്യം വിചാരിച്ചത് ഇതാരാ? അലിയാരുടെ വലങ്കൈ. എല്ലാരും അറിയത്തില്ല അതാരാ? അതാരെന്ന് എനിക്ക് മനസ്സിലായില്ല. DQ ആണോ അത്? ഡോക്കിയാണോ അത്? ശരി. അയ്യോ ആ ശരിയാ, നീലമുടി. ആ ശരിയാ. അയ്യോ ഞാൻ മണ്ടൻ. ഇടേ ഞാൻ ഓർത്തില്ല. ഞാൻ ഓർത്തേ നമ്മള് രായനൊക്കെ കാണിക്കണ പോലെ വേറെന്തോ സീൻ എന്തോ ആയിരിക്കും അത്. TKRP മണ്ടൻ. ഞാൻ അവനല്ല മണ്ടൻ, ഞാനല്ലേ മണ്ടൻ. എടാ ഇത് പുള്ളിക്കാരുടെ വീസിലിട്ടുണ്ടല്ലേ?
This is not even, this is Taiwan. ഇതെല്ലാം കുപ്പിയാണ്. ഇത് കാട്. കാർഡാണ് എന്റെ അമ്മേ. കിട്ടിയതായിരുന്നു ഒരു 49 എടുത്ത് ഓടണമായിരുന്നില്ലേ? സത്യം. അധികം ദൂരം ഓടേണ്ടി വരില്ല. സത്യം. തായ്വാൻ നല്ല വെടി ചന്തിക്ക് വെടി കയറും. ചന്തിക്കായിരിക്കുമല്ലോ എല്ലായിടത്തും കയറും. ഈ പ്രൗഡ് മൊമെന്റിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ. പല്ല് തേക്കാൻ ബ്രഷ്, കുളിച്ചാൽ ഫ്രഷ്, നീ എനിക്ക് ക്രഷ്. അയ്യേ ഇത് ഞാനല്ല കാണാൻ, ഇത് വാസുവാണ്. മരുന്ന് വാസു. ഞാൻ തപ്പിയത് വാസുവിനെയാ. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു തുപ്പല്ലോ ഒതുക്കിയതിന് താങ്ക്സ്. വരട്ടെ. ഈശ്വരൻ കാത്തു. എടാ നീ ഹിപ്സന്റെ വീഡിയോ പരിപാടി കാണുന്നുണ്ടോടാ? ഇല്ലല്ല, ഇതൊക്കെ എന്റെ സ്വന്തമാണ് ചേട്ടാ. ആണല്ലേ? അല്ല അവന്റെ കുറച്ച് ഇമ്പ്രൂവ് ആയിപ്പോനെ. അവൻ കുറച്ച് സ്റ്റാൻഡേർഡ് സാധനമായിരുന്നു. തൊട്ട് താഴെ ഉണ്ടല്ലോ ഹിപ്സർ. അതെന്റെ മുഖത്ത് തന്നെ വീണത് ചേട്ടാ. എന്റെ മുഖത്ത് പെർമിഷൻ ഇല്ലാതെ ബൂട്ട് ക്യാമ്പിൽ വന്നാൽ കാണാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ടാ പറയൂ. ചിരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ പെർമിഷൻ ഇല്ലാതെ വന്നാൽ കാണാൻ പറ്റില്ല. അവിടെ നിന്നാ ഓക്കെ ടാറ്റാ. അവിടെ നിന്നല്ലേ ഓക്കെ ടാറ്റാ. അപ്പൊ ഓക്കെ ബൈ. കാണാൻ വന്നെങ്കിൽ FFK വിസിറ്റ് കൊള്ളേടാ. കൂടെ വിളിച്ചാൽ ഇവർ ഈ ഫ്ലൈറ്റിൽ വന്നാടാ. ഞാൻ ചോദിച്ചു പറയാം അവർ ഈ ഫ്ലൈറ്റിൽ വന്നാണ്. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ യാർ. അല്ലല്ല വീട്ടിൽ പറഞ്ഞൊന്നും കുഴപ്പമില്ല. ഇതാണ് ഇവിടെ വരുന്നതിനുള്ള പണിഷ്മെന്റ് ആണ് ഇത്. ഞങ്ങളുടെ ഫുഡ് ഗെയിമിന്റെ ഓർമ്മയുണ്ടോ കണ്ണൻ ചേട്ടാ? പിന്നെ ക്യൂ എന്റെ ആയിരുന്നു. അമ്മോ, അയ്യോ ഞാൻ വീട്ടിലോട്ട് മാറി. എന്തുകൊണ്ടാ ഗൈസ് വീട്ടിലോട്ട് മാറിയെന്ന് പറഞ്ഞാൽ എന്റെ അമ്മു ഡെയിലി ഇതുപോലെ ലാസ്റ്റ് ഫ്ലാറ്റിന്റെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞ പ്രശ്നമാണ്. ഇനി ഇവിടെ ഗിഫ്റ്റ് ചുമന്ന് കയറ്റാൻ വേറെ ഇനി ഇവിടെ ഇങ്ങനെ പെമ്പിളർ ഡെയിലി വരുന്ന കാര്യം പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഹെവനിലോട്ട് മാറിയത്. ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് മാറിയത്. സമാധാനം വേണ്ടേ. ഈഗിള് വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസം. കാരണം കുറച്ച് ഷെയർ ആയെങ്കിലും പോയി. അതുവരെ എന്റെ എന്ത് ശല്യം. എന്റെ അളിയാ ഓർക്കാൻ പോലും ഇതിനെ പറ്റി. രാവിലെ തുടങ്ങും 5 മണിക്ക്. നല്ല വിഷമമുണ്ടല്ലേ കടചേട്ടാ? ഇതുവരെ ഒരു പെണ്ണ് പോലും വരാത്തല്ല കടചേട്ടൻ. നല്ല വിഷമമുണ്ട് കേട്ടാ. എന്നെ കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുണ്ട്. എന്നെ കാണാൻ വന്നിട്ടുണ്ട്. നിന്നെ കാണാൻ ഒരു പട്ടി വന്നില്ലല്ലോ. അയ്യോ, ഇവരെ കാണാൻ ആകെ വന്ന് ആരെന്നറിയാമോ? അശ്വിൻ നായറും മറ്റേ ലവനും. മറ്റേ ഇത് ആരുടെ വീഡിയോ ആയിരുന്നു? ഇത് ആര്യത് വീഡിയോ ആയിരുന്നു ഗൈസ്? എനിക്ക് തോന്നുന്നു ഷൗട്ടെക്സ് ആണ്. ആരാ ഇത് ചെയ്ത വീഡിയോ അല്ലേ? എനിക്ക് ഓർമ്മ. നല്ല വീഡിയോ ആണ്. പക്ഷെ കിടിലം വീഡിയോ അത്. അപ്പൊ അവളുടെ വോയിസ് എന്താ അല്ലേ ഇവളുടെ? എന്റെ അമ്മ കുറച്ചുകൂടി തിക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത. അണ്ണത്താടിയൊന്നുമില്ല ഈഗിൾ വീല്. കുറച്ചുകൂടി തിക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലീൻ ഷേവ് ചെയ്താണ്. അപ്പം ആയി വരുന്നതേ ഉള്ളൂ. പറയാനുള്ളത് എന്റെ ലൈവ് കാണുന്ന 10,000 പേർക്കും അത് അറിയാവുന്ന ഒരു കാര്യമാണ്. സ്റ്റീവ് എന്ന് ഞാൻ ഡെയിലി ഷേവ് ചെയ്തിട്ടാ ലൈവ് കയറുന്നതെന്ന്. സ്റ്റീവിന്റെ എന്താ പെയ്ഡ് ഐറ്റം കേട്ടോ. സ്റ്റീവിന്റെ എന്താ പെയ്ഡ് ഐറ്റം. ഞാൻ ലോ ആണേ അവളെ കളിയിപ്പിക്കണേ. എപ്പ ചാവും? ഇത് ഏത് ലോബി എന്ന് പറഞ്ഞേ? അയണാണോ ബ്രോൺസ്? എന്തിനാ ഇത് പറഞ്ഞേ? ബേബി ആരാണ്? ബബിള് നല്ലല്ലോ. ബേബി എന്ന് വിളിച്ചല്ലോ. കണ്ട അവള് ബേബി എന്ന് വിളിക്കുന്ന ഇവനെ. എന്റെ പൊന്നു വാസുണ്ട എല്ലാം ഇതാ പറഞ്ഞ. അല്ല വെയിറ്റ് ചെയ്, ഞാൻ പ്ലാൻ ചെയ്യട്ടെ. അങ്ങനെയാണ് ബേബി. ഒരു മിനിറ്റ്. ഹലോ ഓണേ അവളെ കളിയിപ്പിക്കണേ. എപ്പ ചാവും? വെയിറ്റ് ചെയ്. കണ്ടാ വെയിറ്റ് ബേബി ഞാൻ പ്ലാൻ ചെയ്യട്ടെ. ബേബി ഞാൻ പ്ലാൻ ചെയ്യട്ടെ. ഞാൻ കേട്ടതാ. ബേബി വെയിറ്റ് ചെയ്താണ് പറയണത്. അല്ല വെയിറ്റ് ചെയ്യുന്ന പറയണേ. ഇംഗ്ലീഷ് അറിയാന്നുള്ളവരുണ്ടേ.
നമ്മളെ കളിക്കാൻ ബേബിയുടെ ബോൾ. ആ ഇന്ന് പിന്നെ ഞാനല്ല കളിക്കാൻ വന്നത്. വേറെ നിവർത്തിയില്ല. എവിടെയാണ് അടിക്കണത് എന്നാ ഒറ്റയടിക്ക് ആള് തീർന്നു. വീഡിയോ ക്രെഡിറ്റ്സ് കാസ്ട്രോ ഗെയിമിംഗ് വേൾഡ്. അപ്പൊ ഗൈസ് അപ്പൊ ഈഗിളും പിന്നെ ADV ഉണ്ടായിരുന്നു. ഈഗിൾ ഫ്രണ്ടാണ്. അപ്പൊ അവർ രണ്ടുപേരും അതിന്റെ ഉള്ളിൽ. അപ്പൊ ഞാൻ അവരെ കാണിച്ചു തരാം. അവരങ്ങോട്ട് വില്ലംബ്രോടെ വണ്ടിയായിരുന്നു. ഇത് വില്ലംബ്രോടെ വണ്ടി. വിളിച്ചിരുന്ന അറിയാം. ഞാൻ വിളിച്ചതാ. ഈഗിളെ ഈഗിളെ ഇവിടെ എനിക്കത് ക്യാമറ ഒക്കെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അയ്യോ ഇവിടുന്നാണ് ഞാൻ MRC മെഡിക്കാമിലോട്ട് പോണേ. ജസ്റ്റ് ബാബു തിങ്സ് എലി. ബോബ്സ്റ്റർ. ഞാനല്ല അവനാന്ന്. ഞാനല്ല അവനവൻ. അയ്യോ ഹായ് ബ്രോ. ഹായ് ഹായ്. അങ്ങനൊന്നുമില്ല കേട്ടാ. എല്ലാവർക്കും ഇതുപോലല്ലോ. ഒരുമിച്ചോട്ടെ. DJ ചാമ്പ്യ. ഇതാരാണ്? എന്റെ പേര് രമണ. DC ആണോ? അതെ അതെ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ. ഒറ്റയ്ക്ക് കേട്ടാവും. അത് ശരി. നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു സ്കില്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അവരെ പ്രോത്സാഹിപ്പിക്കുക. അക്കാര്യത്തിൽ നിന്റെ വീട്ടുകാരെ സമ്മതിക്കണം. പപ്പയുടെ സപ്പോർട്ടൊക്കെ ഇല്ലേ? എന്റെ മുന്നേ പുള്ളിയോട് പറഞ്ഞ ശേഷം പുള്ളി പറഞ്ഞ ഡയലോഗ് 23,000 ഒരു ഫോൺ ചോദിച്ചു നാട്ടുകാരൊക്കെ പറഞ്ഞു തന്നിട്ട് ആള് വാങ്ങിച്ചു കൊടുത്തു. ഫസ്റ്റ് ഇവനൊരു ഫോൺ വേണം പറഞ്ഞിട്ട് 29,000 ഫോൺ വേണം പറഞ്ഞിട്ട് കുറെ വാശി പിടിച്ചു. എന്നോട് എല്ലാരും പറഞ്ഞു ഇത്രയും വില കൂടിയ ഫോൺ അവൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്തോ ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കൈസ്, ഞാൻ എന്റെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ പോലും എനിക്ക് പോലും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. ലൈക്ക് ഞാൻ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞാൽ അന്ന് അറിഞ്ഞ തന്നെ അടിച്ച് ഓടിച്ചാൽ തന്നെ 23,000-30,000 ഒരു ഫോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അറിയും. പക്ഷെ അത് പുള്ളി അവന്റെ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുത്തത് വലിയൊരു കാര്യം തന്നെയാണ് സത്യമായിട്ട്. ഇന്ന് പല ഗെയിമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പല ആഗ്രഹമുള്ള പിള്ളേർക്കും അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ട് ഉള്ള പല പിള്ളേർക്കും ഇങ്ങനൊരു സപ്പോർട്ടായിരിക്കും കിട്ടാത്തത്. യൂട്യൂബിലെ സപ്പോർട്ട് എല്ലാം പോട്ടെ, ഒരു സ്കില്ല് മെയിൻറ്റെയിൻ ചെയ്ത് എടുത്താലേ അത് യൂട്യൂബിൽ കാണിച്ച് നാട്ടുകാരുടെ അടുത്ത് അല്ലെ ഒരു നാട്ടുകാരുടെ ആ ഒരു ഇത് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികളും ഓൾമോസ്റ്റ് 90% കുട്ടികളും ജനിച്ച് ഒരു ജോലി എത്തുന്നവരെ അവരുടെ അച്ഛന്റെ അമ്മേരെയും ഇഷ്ടത്തിനുള്ള ജോലിക്ക് വേണ്ടിയാണ് പഠിക്കണത്. എല്ലാം അവരുടെ ഇഷ്ടത്തിന് വേണ്ടി അല്ല പഠിക്കണത്. അത് കഴിഞ്ഞാണ് എല്ലാവരും പാഷനേറ്റ് ആവുന്നത് സത്യം പറഞ്ഞ. അവിടെയാണ് ഡിഫറൻസ്. ആ ഒരു മോറൽ സപ്പോർട്ടാണ് നമുക്ക് എല്ലാവർക്കും കിട്ടണം. മോറൽ അല്ല, ഒരു സപ്പോർട്ടാണ് കിട്ടേണ്ടത് സത്യത്തിൽ. Can you say it's a bad recruitment? Money has been transferred. ടിവിയെ പിത്തൽജി 25 ലക്ഷം അതുമില്ല. ഇന്ന് ഈ വീഡിയോ ഉള്ളതാണല്ലോ ഇവിടെ വന്നിരുന്നത്.
3 ദിവസം കൊണ്ട് ഗ്രൈൻഡ് ചെയ്ത പൈസ 25 ലക്ഷം രൂപ. എന്റെ പൊന്നോ, ഒന്നും പറയല പിത്തജി. എന്താ പറയാ, ഇവിടെ അയ്യൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞവർക്കുള്ള മറുപടി കൊടുത്തു. അൾട്രാ പെയ്ഡ് വെറുതെ പതിവില്ലാതെ ഡിസ്കോട്രോളിൽ ഇരിക്കണ കേട്ടാ. ഇത് ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴേ കണ്ടത് ചേട്ടാ. ഇത് കണ്ടോ പാസ് ഞാൻ വെറുതെ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോയപ്പോഴത്തേക്ക് നീ ഇതെടുത്ത് സൂം ചെയ്ത് നോക്കണുണ്ടായിരുന്നു. It is said that between the ages of 1 to 3, your memory is still in the process of being wiped. That's why you don't remember anything. And when the process... അതാണ് 1 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെ ഉള്ള ഒന്നും ആർക്കും ഓർമ്മയില്ലാത്ത. ശരിയാണല്ലോ. ഞാൻ എൻ്റെ 3 വയസ്സ് വരെ എന്ത് ചെയ്ത് കാണും? എനിക്ക് എന്നെ വെളിയിലെടുത്ത ഡോക്ടർ ഓർമ്മയില്ല, നഴ്സിന് ഓർമ്മയില്ല, ആരും എനിക്ക് ഓർമ്മയില്ല. അതാണ് കേസ്. പക്ഷെ ഒരു 4 വയസ്സ് തൊട്ട് ഞാൻ ഉദാഹരണത്തിന് 4-5 വയസ്സിൽ ക്ലാസ്സിൽ ഇരുന്ന് അപ്പിയിട്ട കാര്യം, 5ാമത്തെ വയസ്സിൽ ക്ലാസ്സിൽ ഇരുന്നൊരു കൂട്ടുകാരൻ അപ്പിയിട്ട കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പി ബാബു A few moments later. പട്ടി കിടക്കണ്ട പിത്തളല്ല ഞാൻ തോന്നിട്ടുണ്ടെന്ന്. അപ്പൊ പട്ടിയെന്നു കേട്ട് കൊള്ളാടാ. ഇതാരാ? വെനസ്ഡേയിലെ പെണ്ണ് ഇതവളാണാ? ഞാനോർത്ത് മറ്റേ കിച്ചു ആയിരിക്കും അത്. പക്ഷെ പകുതി കാണിച്ചപ്പോ കൊള്ളായിരുന്നു. എങ്ങനെ ഇതല്ലല്ലോ, ഇത് വേറെ ഫോട്ടോ. മറ്റേ രണ്ടാമത് കാണിച്ച ക്യാരക്ടർ ആയിരിക്കും. വേണോ? 2 ക്യാരക്ടർ വെനസ്ഡേ നിന്റെ വളം വരച്ച് വെക്കാളാ. അല്ല, ഇത് കണ്ടോ എനിക്ക് കിച്ചുവിനെ പോലെ തോന്നി. മറ്റേ കിച്ചു കൃഷ്ണവേണി ഇല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടല്ലേ? ഞാൻ ഓർത്ത് കിച്ചു ആയിരിക്കും. കിച്ചു അച്ചി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വെനസ്ഡേ കണ്ടില്ലടാ. സൂസനല്ല അത് അടുത്തവൻ. ഗോഡ് ചന്ദ്ര അറിയാൻ വേണ്ടി കേട്ടോ. അതൊക്കെ ഉറപ്പായിട്ട് അറിയാൻ വേണ്ടി. ട്രിക്കി കോഡ് 1v4. കണ്ണി ചോരയില്ലാതെ പറയുന്ന പറച്ചില് കേട്ട് പിന്നെ ഞാൻ എന്തോ വേണം? 12 അടി. കണ്ണനയുടെ സത്യം പറഞ്ഞാൽ എനിക്ക് സിറ്റിയിൽ ഒരു ഗ്യാങ് വാർ ഒക്കെ ഉണ്ടാക്കാൻ കൊതിയാവുന്നു. ഗണ്ണും ടർഫും ഒക്കെ ഒന്ന് തിരിച്ചു വന്നായിരുന്നെങ്കിൽ അല്ലേ. ഞങ്ങളിപ്പോ മിക്കപ്പോഴും SNG അല്ലേ കളിക്കുന്ന പോലെ അല്ലല്ലോ സിറ്റിയിൽ ഒരു സിറ്റുവേഷൻ എടുക്കുന്നത്. അങ്ങനല്ലടാ. ഇതെന്റെ ഫ്രണ്ട് വരച്ചതാ. കൊള്ളാമോ? ഇത് വരച്ചതാണോ? എന്റെ എല്ലാ ആൾക്കാരും SNG-ക്കകത്തുണ്ട്. അത് വേറെ ഇത് വേറെ. SNG ചുമ്മാ അങ്ങോട്ട് വെടി കേട്ട. അത് RP അല്ലല്ലോ. ലൈക്ക് അത് ഇത് അടിച്ചിട്ട് 2 ഡയലോഗൊക്കെ പറഞ്ഞ അവന്മാരെ വിളിച്ചോണ്ട് കാത്തിക്കുമ്പോ വളരെ സുഖമുണ്ടല്ലോ. അത് വേറെയാണ്. കാരണം ഒരു ട്യൂഷൻ ക്ലാസ് കിട്ടുമോ നോക്കും. കിട്ടുന്നോ? ഒരു ഓഫീസറാണ് ഇവിടെ. ഓഫീസറിനെതിരെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും മാഡം? പിന്നെ പറ്റാണ്ടെന്താ? മോഷ്ടിക്കുന്നത് മോശമായ കാര്യല്ലേ? അത് എന്നാ എന്റെ പോയ സാധന ഹൃദയമാണ്. അത് മോട്ടിച്ചത് മാഡം ആണ്. ഇതെപ്പ തിരിച്ചു തരും? അത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. എന്ത് ബെറ്റർ ആണ് ഞാൻ. വലിയ മാറ്റമൊന്നുമില്ല. എന്ത് ബെറ്റർ ആണ് ഞാൻ. മനസ്സിലായോ? നിങ്ങക്ക് ഇപ്പൊ എന്റെ വില മനസ്സിലായോ? നിങ്ങക്ക് എന്റെ വില മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഞങ്ങള് കേട്ടായിരുന്നു ബ്രഷ് ക്രഷ് പറയല്ല. ഇത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടുന്ന് റോബറി ശ്രമിച്ചു എന്നൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു.
ഡബിൾ അടിക്കാനാ? മാഡത്തിന്റെ പേരെന്താ മാഡം? സാറേ എന്റെ പേര് അതിഥി. സാർ പക്ഷെ മാഡം ശരിക്കും EMS-ലായിരുന്നു ആദ്യം കയറാനുള്ളത്. അല്ല മാഡം EMS-ൽ കയറേണ്ടതാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട് മാഡം. അത് എന്താണെന്ന് ചോദിച്ചേ? അതെന്താ? ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ ശ്വാസം നിന്നുപോയി. CPR തരണമെങ്കിൽ മാഡം EMS ആയിരിക്കണ്ടേ? ബാബു നമ്പൂരി സോറി, ഇനി ഞാൻ പറയൂല ഇങ്ങനെ. സ്റ്റിൽ ബാബു ബെറ്റർ. നീയൊക്കെ വിഷങ്ങളാണ്, നിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്ത് സാറേ? മാഡത്തിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കണം സാറേ. കാരണം മാഡം ഓഫീസറിനെതിരെ ഇത് അത് തന്നെയാണ് സാധനം. DC ചൊറി കൂടുന്നുണ്ട്. ദേഷ്യത്തിന്റെ അസുഖമുള്ള ശരിയായി. ഇനി പൊക്കട്ടാ, ഇനി പൊക്കട കാണിച്ചത്. അല്ല എന്തിനാ ഇടിക്കുന്നില്ല ബ്രോ? എടാ അത് സീനില്ലടാ. ഇതൊക്കെ ഇത് OC-ല് വന്ന് ചൊറി എന്ന് പറയുമ്പോഴത്തേന് അവർക്ക് ഒരു പേഴ്സണൽ ഹേറ്റ് പോലെ ആവടാ അത്. ലൈക്ക് അവര് ഇപ്പൊ കണ്ടില്ലേ, നമ്മള് മുമ്പേ കുറച്ചു മുമ്പ് ഇവന്മാർ DC താറ്റിക്കൊണ്ട് ബോബ് കണ്ടന്റ് ഇട്ടില്ലേ, അതേപോലെ അവർക്ക് അവരുടെ സൈഡിൽ നിന്ന് ഇട്ടതാ. അതങ്ങനെ വിട്ടു. സിറ്റിയിലുള്ള ചൊറി നമുക്ക് സിറ്റിക്കകത്ത് തീർക്കാം, അത് സീനൊന്നുമില്ല. അതവര് RP വയസ്സ് അങ്ങനെ എടുത്താൽ മതി. അത് നമുക്ക് സിറ്റിക്കകത്തുള്ള കാര്യം സിറ്റിക്കകത്ത് തീർക്കാൻ മതി. അതാണ് നല്ലത്, ബെറ്റർ. അത്രേ ഉള്ളൂ. അത് നമുക്ക് അങ്ങനെ തീർക്കാം. അതിനകത്തൊരു 6 വിളിച്ച് നമ്മളങ്ങ് തീർക്കും, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. അടിച്ചങ്ങ് അടിക്കുക തോക്ക് കണ്ണൊക്കെ വരട്ടെ, അടിക്കാം, സമാധാനപ്പെടുവേൻ. POV, you dreamed of becoming a gamer. ഉള്ള കാര്യം പറയണല്ലോ. ഫസ്റ്റ് അമ്മ പഠിച്ച TV ആണ് PC അല്ലേ? അത് TV അത് യാതൊരു ബന്ധമില്ലല്ലോ. എന്തേലും ആയിക്കോട്ടെ. ഓസി പറഞ്ഞുള്ളത് നമുക്ക് അങ്ങനെ ലൈക്ക് ഓസി പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ ഇവിടെ ലൈക്ക് ഒരു സമയത്തുണ്ടായിരുന്നുള്ളത് വലിയ കൂട്ടടിയായി പോകും. നമുക്കത് കുറച്ച് കഴിയുമ്പോൾ അത് അടുത്തൊരു സിറ്റുവേഷൻ വരട്ടെ. ഇവന്മാരായിട്ടൊരു സിറ്റുവേഷൻ വരാൻ വേണ്ടി നോക്കിയിരിക്കുക. നമുക്ക് സിറ്റുവേഷൻ വന്നിട്ട് സംസാരിക്കാം, സിറ്റുവേഷനിൽ സംസാരിക്കാം, അതല്ലേ നല്ലത്. RP-യിൽ സിറ്റുവേഷൻ വരട്ടെ, സിറ്റുവേഷൻ വന്നിട്ട് സംസാരിക്കാം. അന്നേരം നമുക്കത് അത് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാം. സരക്കിനെ വിളിച്ചതിനുള്ളതെല്ലാം കൊടുക്കാം. ഞാൻ അറിഞ്ഞിട്ടില്ലേ സരക്കിനെ OC-യിൽ. സരക്കിനെ എന്താണ് തെറി വിളിച്ച OC-യിൽ? കയ്യിൽ അടിക്കാൻ 5 പൈസ പോലും ഇല്ല. ഹോമിയോ വാച്ചിങ് അഡൽട്ട് വീഡിയോ. കയ്യിൽ അടിക്കാൻ 5 പൈസ പോലും ഇല്ലടേ. ഇത് എന്തൊരു അവസ്ഥയാടാ. ഇത് തിരിച്ച് ഇതിനകത്ത് കയറ്റാനെങ്കിലും പറ്റുമോ? തിരിച്ചിനകത്ത് കയറ്റാൻ പോലും പറ്റണില്ല. നോക്ക്, അവിടെ വരെ കഷ്ടം. പറ്റും. ഈശോ കഷ്ടമുണ്ട്. ഒന്നും ആകത്ത കുറച്ചുകൂടെ മതി. കുറച്ചുകൂടെ പറ്റും. അകത്തുള്ളിലുള്ള പെട്രോൾ വരട്ടെ. ഇത് കാറ് തള്ളി അകത്ത് കയറ്റുന്നതാണ്. ഇത് പേരൻസ് മേടിച്ച് തന്നാലല്ലേ പ്രശ്നം, സ്വയം മേടിച്ച പ്രോബ്ലം സോൾവ്. ബ്രോ അത് സത്യം പറഞ്ഞ ഒരു സൊല്യൂഷൻ ആണ്. എനിക്ക് പദ്ധതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും വീട്ടുകാർ മേടിച്ചിരുന്ന പല കാര്യങ്ങളും ഞാനായിട്ട് മേടിച്ച. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ബ്രോക്ക് ഒരു 13ാമത്തെ 12ാമത്തെ വയസ്സെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രാക്ടീസും റിഫ്ലക്ഷനും ആ ഒരു റിയാക്ഷൻ ടൈമും ഒന്നും നമുക്ക് 25ാമത്തെ 26ാമത്തെ വയസ്സിൽ കിട്ടത്തില്ല. മനസ്സിലായോ? ലൈക്ക് നമ്മളെ ഒരു ചെറുതിലെ മുതലേ ഒരു മോൾഡ് ചെയ്ത് ഒരു 10, 13, 14ാമത്തെ വയസ്സിലും മോൾഡ് ചെയ്ത് എടുത്ത് തുടങ്ങിയാലേ നമുക്കൊരു 18ാമത്തെ വയസ്സിലല്ല ഒരു 19ാമത്തെ വയസ്സിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് സക്സസ്ഫുൾ ആയി, അല്ലെങ്കിൽ അതിലും പ്രായക്കുറവിൽ കുറച്ച് സ്കിൽസ് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. കൊച്ചു കുട്ടികൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വണ്ടറായിട്ട് തോന്നിട്ടില്ല. കുറച്ച് ആൾക്കാർ വലുതായിട്ടുള്ള ആൾക്കാർ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ ഏജ് കുറവായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കാണെങ്കിലും ഒരു ഇതൊക്കെ തോന്നത്തില്ലേ? അതാണ് പോയിന്റ്. അതാണ് കാര്യം. മെയിൻ കാര്യം അവിടെയാണ്. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോഴേ ഈ ഇടയ്ക്ക് വെച്ച് തൃശ്ശൂർ റേസ് നടന്നാണ്, ഞാൻ കാണാൻ പോയായിരുന്നു. അവിടെ കുറെ കാറ്റഗറി ഉണ്ട്. ഏട്ടറേക്കളെ അണ്ടർ
16 അണ്ടർ 8 അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു കേട്ടോ. അണ്ടർ 16 10 ഒരു കാറ്റഗറി. കുഞ്ഞു പിള്ളേരുണ്ടല്ലോ, റേസ് ലൈസൻസ് എടുത്ത മഡ് റേസ് മോൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഒരു 8-10 പിള്ളേര്. ആ പിള്ളേര് ഇപ്പൊ അത് ചെയ്തു തുടങ്ങിയ അവരുടെ 20ാമത്തെ വയസ്സിൽ അവർ നാഷണൽ ലെവലിനെക്കാട്ടി ടോപ്പിലെത്തും. അല്ല 18ാമത്തെ വയസ്സിൽ ബൈക്ക് റേസ് എടുത്തതിന് ശേഷം ഇതും കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും എത്തില്ല. സത്യമായിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ഞാൻ അങ്ങനെ ഈ ഒരു ഇടയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേനും മല്ലു ട്രാവലിന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ പുള്ളി ഇപ്പൊ എന്താ മാസിയോ അങ്ങനല്ലേ അവന്റെ പേര്, അവനെ കൊണ്ട് റേസിന് പോണ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര എന്റെ അമ്മോ, നമ്മളൊക്കെ പല ആൾക്കാരും കൊതിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മുടെ പേരൻസിന്റെ സൈഡിൽ നിന്ന് കിട്ടണം. സത്യം എന്റെ അമ്മ മഡ് റേസിനൊക്കെ കൊണ്ടുപോകണേ പയ്യനെ, ഇജ്ജാതി തന്നേന്നൊക്കെ പറയൂലേ. എന്റെ കസിൻ അവിടെ അതിൽ പങ്കെടുത്തു. അപ്പൊ എനിക്കറിയാം, അതായത് അവന്റെ ഒരു 18ാമത്തെ വയസ്സൊക്കെ എത്രയാണ് ബൈക്ക് നേരെ വണ്ണം ഇങ്ങനെ ഈ ലെവലിലൊക്കെ പോകാൻ പറ്റി തുടങ്ങി. അതുവരെ നമ്മുടെ നാട്ടിൽ അത്രയും സീനായിരുന്നു. പക്ഷെ അവനൊക്കെ ആണെങ്കിൽ പോലും ആ ഒരു ഏജ് തുടങ്ങിയിരുന്നെങ്കിൽ വേറെ ലെവലെത്തിപ്പോനെ. അതുകൊണ്ടാണ് എല്ലാരും എബ്രോഡേക്ക് ഷിഫ്റ്റ് ആവുന്നത്, പലരും ഇങ്ങനെ പാഷനേറ്റ് ഉള്ള പിള്ളേരെ കൊണ്ട്. സത്യം ലാസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം, നമുക്ക് വേല കയറാം. ഇവൻ നന്നായിട്ട് മൂവ്മെന്റ് ഇടും ഈ ചന്ദ്രൻ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ നന്നായിട്ട് മൂവ്മെന്റ് ഇടും. ഞാനേ അല്ലല്ല ഓവർപിക്കുന്നല്ല കേട്ടോ, അവനെ ഞാനിങ്ങനെ നിക്കൂല, ഞാനേ എയിം ഡ്രസ്സിൽ നിക്കും കേട്ടാ, ക്രോസ് ഹെയർ വെച്ചിട്ട് എനിക്ക് തല കിട്ടും എന്നുള്ള രീതിയിൽ. ഇവൻ നന്നായിട്ട് മൂവ്മെന്റ് ഇടും. ഇവന്റെ ലൈവ് കാണുമ്പോൾ ഞാൻ പലവട്ടം ശ്രദ്ധിക്കാറുണ്ട്. ഇവൻ ഈ വിശക്കുച്ചി ലോബിയിൽ ഇങ്ങനെ പെട്ടുപോയിട്ടാണ് ഇമ്പ്രൂവ് ആവാത്തത്. കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവാത്തെന്ന് പറഞ്ഞാൽ വെടിയല്ല ഞാൻ പറയണേ, ഇവര് റാങ്ക് അപ്പ് ആവാത്തത്. ഈ വിശക്കുച്ചി ലോബിയിൽ പെട്ടുപോയാണ് റാങ്ക് അപ്പ് ആവാത്തത്. സ്കിൽ സെറ്റ് അവന് നല്ല രീതിയിലുണ്ട്, നല്ലതായിട്ട് മൂവ്മെന്റ് ഇടും ചന്ദ്രൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞ കാര്യം പറയല്ലേ, ഇപ്പൊ നീ അവന്റെ ആ അക്കൗണ്ടിന് മേടിച്ച് നീ ഒരാഴ്ച കളിച്ചാലേ ഒരു ആദ്യത്തെ 2-3 ദിവസം തന്നെ കുറച്ച് റാങ്ക് കയറുമായിരിക്കും. പിന്നെ അയ്യോ ഞാൻ പോയി കളിച്ചു കഴിഞ്ഞ ദിവസം എന്റെ അമ്മോ നമ്മള് ചിന്തിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് അവന്മാർ ചിന്തിക്കുള്ളൂ. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന കേറുമ്പോ അവൻ അവിടെ തന്നെ ഇരിക്കും, പോവൂല. അതാ അപ്പൊ അത്രേ ഉള്ളൂ. 100 ആയുസ് തന്നെ മൈരന് കണ്ടോണ്ടിരിക്കാനല്ലോ, കണ്ടോണ്ടിരിക്കാനോ നൈസടിഞ്ഞ് പോരുന്നു. എടാ നിന്റെ മൈക്ക് മാറി കിടക്കുവാണോ? നീ വാ തുറന്ന് അലച്ച് സംസാരിച്ചാ നിന്റെ നോയ്സ് സപ്രഷൻ ഭയങ്കര ഇത്. അതെല്ലാം കളഞ്ഞ എടാ ബാബു